നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഹ്യൂമൻ ബോഡി എ വണ്ടർ, സർക്കുലേഷൻ, എക്സ്ക്രീഷൻ ആൻഡ് നെർവസ് കോർഡിനേഷൻ എന്ന യൂണിറ്റിലെ നോട്ട്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വൈ ആർ സം ഡ്രഗ്സ് ആൻഡ് ഗ്ലൂക്കോസ് ഇൻജക്റ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ്? ചില ഡ്രഗ്സും പിന്നെ ഈ ഗ്ലൂക്കോസൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ നമ്മുടെ ബ്ലഡിലോട്ട് ഡയറക്റ്റ് ഇൻജക്ട് ചെയ്യുന്നത് എന്തിനാണ്? ദ ഡ്രഗ്സ് ആൻഡ് ഗ്ലൂക്കോസ് ഇൻജക്റ്റഡ് ഡയറക്ട്ലി ഇൻ ടു ദ ബ്ലഡ് റീച്ച് ഓൾ പാർട്സ് ഓഫ് ദി ബോഡി. ബോഡിയിലെ എല്ലാ പാർട്സിലും എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഡ്രഗ്സും ഗ്ലൂക്കോസും ഒക്കെ നമ്മുടെ ബ്ലഡിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഇൻജക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ന്യൂട്രിയൻസ് ദാറ്റ് ആർ റിലീസ്ഡ് വെൻ ദ ഫുഡ് ഈസ് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ദ ഓക്സിജൻ ദാറ്റ് റീച്ചസ് ദ ലങ്സ് ആസ് എ റിസൾട്ട് ഓഫ് ബ്രീത്തിങ് ഷുഡ് റീച്ച് ദ സെൽസ്. ഹൗ ഡു ദേ റീച്ച് ദ സെൽസ്? എന്താ ഇവിടെ ക്വസ്റ്റ്യൻ? ദ ന്യൂട്രിയൻസ് ദാറ്റ് ആർ റിലീസ്ഡ് വെൻ ദ ഫുഡ് ഈസ് കംപ്ലീറ്റ്ലി ഡൈജസ്റ്റഡ് ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ആ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമ്മൾ കഴിച്ച ആ ഫുഡിലുള്ള ന്യൂട്രിയൻസ് റിലീസ് ആവുന്നു അല്ലേ? പിന്നെ എന്താ പറ്റില്ല? ആൻഡ് ദ ഓക്സിജൻ ദാറ്റ് റീച്ചസ് ദ ലങ്സ് ആസ് എ റിസൾട്ട് ഓഫ് ബ്രീത്തിങ് ഷുഡ് റീച്ച് ദ സെൽസ്. നമ്മളിങ്ങനെ ബ്രീത്ത് ചെയ്യുന്നു. അങ്ങനെ ബ്രീത്ത് ചെയ്യുമ്പോൾ ആ ബ്രീത്ത് ചെയ്യുന്ന അതിലുള്ള ഓക്സിജൻ നമ്മുടെ സെൽസിലെത്തുന്നു. ഈ പറയുന്ന ന്യൂട്രിയൻസും പിന്നെ ഈ ഓക്സിജനും ഒക്കെ നമ്മുടെ സെൽസിലെത്തുന്നത് എങ്ങനെയാണ്? ഇതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായോ? ആൻസർ, ഓൾ ദീസ് ഫങ്ഷൻസ് ആർ പെർഫോംഡ് ബൈ ബ്ലഡ്. ഈ പറയുന്ന എല്ലാ ഫങ്ഷൻസും, ഏതൊക്കെ ഫങ്ഷൻസ്? നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നുള്ള ന്യൂട്രിയൻസ് സെൽസിലെത്തുന്നതും, അതുപോലെ നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന ആ വായുവിലുള്ള അല്ലെങ്കിൽ ആ എയറിലുള്ള ഓക്സിജൻ സെൽസിലെത്തുന്നതും ഒക്കെ പെർഫോം ചെയ്യുന്നത് ആരാണ്? ബ്ലഡ് വഴിയാണ് ന്യൂട്രിയൻസ് സെൽസിലെത്തുന്നതും പിന്നെ ഓക്സിജൻ നമ്മുടെ സെൽസിലെത്തുന്നതും. ഓക്കെ, അടുത്തത്, വാട്ട് ഈസ് സർക്കുലേറ്ററി സിസ്റ്റം? എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം? ദ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട് ഇസ് ദ സർക്കുലേറ്ററി സിസ്റ്റം. എന്താണ്? ഒരു സിസ്റ്റമാണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. ആ സിസ്റ്റത്തിൽ എന്തൊക്കെയുണ്ട്? ബ്ലഡ് ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്, പിന്നെ ഹാർട്ട് ഉണ്ട്. ഇതിനാണ് നമ്മൾ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറയുന്നത്. കണ്ടോ? എന്താണ്? ദ സിസ്റ്റം വിച്ച് കൺസിസ്റ്റ് ഓഫ് ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട് ഈസ് കോൾഡ് സർക്കുലേറ്ററി സിസ്റ്റം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ഡൗൺ ദ പാർട്സ് ഓഫ് ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ. ഏതൊക്കെയാണ് ഉള്ളത്? അതിൽ ബ്ലഡ് വെസൽസ്, ഹാർട്ട്. ഏതൊക്കെയാണ്? ബ്ലഡ് വെസൽസ് ആൻഡ് ഹാർട്ട്. വാട്ട് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റം? സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണെന്ന്? An important function of the circulatory system is to transport nutrients and oxygen-rich blood from the heart to all parts of the body. ഓക്കെ, അപ്പോൾ എന്താണ്? നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഫംഗ്ഷനാണ് ഒന്നാമത്തത് ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ. ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തിക്കുക. ആൻഡ് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് ഫ്രം ദ ഹാർട്ടിൽ നിന്ന് ടു ഓൾ പാർട്സ് ഓഫ് ദി ബോഡി, നമ്മുടെ ബോഡിയിലെ എല്ലാ സ്ഥലത്തും എത്തിക്കുക. ആൻഡ് ആൾസോ ടു ക്യാരി കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി ടു ദ ഹാർട്ട്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡാണ് നമ്മുടെ സെൽസിലിരിക്കുന്നത്. ആ സെൽസിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിലെ എല്ലാ പാർട്സിൽ നിന്നും ആ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡിന് തിരിച്ച് ഹാർട്ടിലെത്തിക്കുക. ഇത്രയാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ എന്തൊക്കെയാണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ്? ഒന്ന്, ട്രാൻസ്പോർട്ട് ന്യൂട്രിയൻസിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ. രണ്ടാമത്തത് ഓക്സിജൻ റിച്ച് ബ്ലഡ് എവിടുന്ന്? ഫ്രം ദ ഹാർട്ട് ടു ഓൾ പാർട്സ് ഓഫ് ദി ബോഡിയിലെ എല്ലാ പാർട്സിലും ഓക്സിജൻ റിച്ച് ബ്ലഡിനെ എത്തിക്കുക. എവിടെ നിന്ന്? ഫ്രം ദ ഹാർട്ടിൽ നിന്ന്. ഇനി അടുത്ത മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടു ക്യാരി കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് ഫ്രം ഓൾ പാർട്സ് ഓഫ് ദി ബോഡിയിലെ എല്ലാ പാർട്സിൽ നിന്നും കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡിനെ എവിടെ എത്തിക്കുന്നു? ടു ദ ഹാർട്ടിലെത്തിക്കുക. ഇത്രയും 3 ഫംഗ്ഷൻസ് ആണ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ. മനസ്സിലായല്ലോ? വൈ ഈസ് ബ്ലഡ് റെഡ് ഇൻ കളർ? നമ്മുടെ ബ്ലഡ് റെഡ് കളറിലിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്? ദ റെഡ് കളർ ഓഫ് ദി ബ്ലഡ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ പിഗ്മെൻറ്റ് കോൾഡ് ഹീമോഗ്ലോബിൻ. നമ്മുടെ ബ്ലഡിൻ്റെ റെഡ് കളറിന് കാരണമെന്ന് പറയുന്നത് ഒരു പിഗ്മെൻ്റ് ആണ്. ആ പിഗ്മെൻറ്റിൻ്റെ പേരാണ് ഹീമോഗ്ലോബിൻ. ഇതാണ് ദ റെഡ് കളർ ഓഫ് ദി ബ്ലഡ്. ബ്ലഡിൻ്റെ റെഡ് കളർ ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് എ പിഗ്മെൻറ്റ്. ഒരു പിഗ്മെൻറ്റിൻ്റെ പ്രസൻസ് കൊണ്ടാണ് നമ്മുടെ ബ്ലഡ് റെഡ് കളറിലിരിക്കുന്നത്. ഏതാണ് ആ പിഗ്മെൻറ്റ്? ഹീമോഗ്ലോബിൻ.
അയൺ ആൻഡ് പ്രോട്ടീൻ ആർ ദ മെയിൻ കമ്പണൻസ് ഓഫ് ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ്റെ പ്രധാനപ്പെട്ട കമ്പണൻ്റ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അയണും പ്രോട്ടീനുമാണ്. അയണും പ്രോട്ടീനുമാണ് ഹീമോഗ്ലോബിൻ്റെ പ്രധാനപ്പെട്ട കമ്പണൻസ്. ഓക്കെ ആണല്ലോ. അടുത്തത് നെയിം ദ ഫുഡ് ഐറ്റംസ് കണ്ടെയ്നിങ് അയൺ. അയൺ അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്നറിയോ? ഡേറ്റ്സ്, എഗ്ഗ്, മൊരിങ്ങ ലീവ്സ്, സ്പിനാച്ച്, ബീൻസ്, ബ്രോക്കോളി, പംകിൻ സീഡ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കഴിക്കണം കേട്ടോ പെൺകുട്ടികൾ. ഏതൊക്കെയാണ്? ഡേറ്റ്സ് ഈന്തപ്പഴം, എഗ്ഗ് മുട്ട, മൊരിങ്ങ ലീവ്സ് എന്ന് പറഞ്ഞാൽ മുരിങ്ങയില, സ്പിനാച്ച് മറ്റേ ചീര, ബീൻസ് അത് ബീൻസ് തന്നെ, ബ്രോക്കോളി പിന്നെ പംകിൻ സീഡ് മത്തൻ്റെ കുരു. അതിലൊക്കെ അയൺ റിച്ച് ഫുഡാണ് ഈ പറയുന്നതെല്ലാം. അപ്പോൾ ഇങ്ങനെയുള്ള ഫുഡ് നമ്മൾ കഴിക്കണം, എന്നാലേ നമുക്ക് ബ്ലഡൊക്കെ ഉണ്ടാവത്തുള്ളൂ ബോഡിയിൽ. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഹൗ ഇമ്പോർട്ടൻറ്റ് ഈസ് ഇറ്റ് ടു ഇൻക്ലൂഡ് അയൺ റിച്ച് ഫുഡ്സ് ഇൻ യുവർ ഡയറ്റ്? നിങ്ങളുടെ ഡയറ്റിൽ അയൺ റിച്ച് ഫുഡ് ഉൾപ്പെടുത്തേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്? ഹീമോഗ്ലോബിൻ പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ക്യാരിയിങ് ഓക്സിജൻ ഫ്രം ദ ലങ്സ് ടു ദ സെൽസ് ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ സെൽസ് ടു ദ ലങ്സ്. ഹീമോഗ്ലോബിൻ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് പെർഫോം ചെയ്യുന്നുണ്ട്. എന്താണ് ആ റോള്? ഓക്സിജൻ ഫ്രം ദ ലങ്സ് ടു ദ സെൽസ്. അതെന്ത് ചെയ്യുന്നു? ക്യാരി ചെയ്യുന്നു. ക്യാരിങ് ഓക്സിജൻ ക്യാരി ചെയ്യുന്നു. എവിടെ നിന്ന്? ഫ്രം ദ ലങ്സിൽ നിന്ന് സെൽസിലോട്ട് ഓക്സിജൻ ക്യാരി ചെയ്യുന്നു. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ദ സെൽസ് ടു ദ ലങ്സ്. പിന്നെ സെൽസിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിൽ എത്തിക്കുന്നതും ആരാണ്? നമ്മുടെ ഹീമോഗ്ലോബിനാണ്. ഹീമോഗ്ലോബിൻ എവിടെയാണ് കാണപ്പെടുന്നത്? നമ്മുടെ ബ്ലഡിൽ. അയൺ ആൻഡ് പ്രോട്ടീൻ ആർ ദ മെയിൻ കമ്പണൻസ് ഓഫ് ഹീമോഗ്ലോബിൻ. ഈ ഹീമോഗ്ലോബിൻ്റെ ഒരു പ്രധാനപ്പെട്ട കമ്പണൻ്റ് എന്ന് പറയുന്നത് അയണും പ്രോട്ടീനുമാണ്. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഇൻക്ലൂഡ് അയൺ റിച്ച് ഫുഡ് ഇൻ അവർ ഡയറ്റ്. അതുകൊണ്ട് അയൺ റിച്ച് ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്നു. മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് അബൌട്ട് ദ മേജർ കമ്പണൻസ് ഓഫ് ബ്ലഡ്. ബ്ലഡിൻ്റെ പ്രധാനപ്പെട്ട കമ്പണൻസിനെ കുറിച്ച് ഒരു ചെറിയ നോട്ട് പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ആദ്യം നമുക്ക് ബ്ലഡിൻ്റെ കമ്പണൻസ് ഏതൊക്കെയാണെന്ന് പറയാം. ഏതൊക്കെയാ? പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, RBC, WBC. ഏതൊക്കെയാണ്? പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, RBC, WBC. ഇതാണ് ബ്ലഡിൻ്റെ പ്രധാനപ്പെട്ട കമ്പണൻസ് എന്ന് പറയുന്നത്. ഇനി ഇത് ഓരോന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. ഒന്നാമത്തത് പ്ലാസ്മ. ഒന്നാമത്തെ പോയിന്റ്, ദ ലിക്വിഡ് പാർട്ട് ഓഫ് ബ്ലഡ്. ബ്ലഡിൻ്റെ ദ്രാവക ഭാഗം അല്ലെങ്കിൽ ലിക്വിഡ് പാർട്ടാണ് പ്ലാസ്മ എന്ന് പറയുന്നത്. പെയിൽ യെല്ലോ ഇൻ കളർ. പ്ലാസ്മയുടെ കളർ എന്താണ്? ഒരു പെയിലായിട്ടുള്ള യെല്ലോ കളറാണ് പ്ലാസ്മയുടെ കളർ. ദെൻ ഇറ്റ് ക്യാരീസ് ഗ്ലൂക്കോസ് ടു ദ സെൽസ്. ഗ്ലൂക്കോസിനെ സെൽസിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്ലാസ്മയുടെ ഫംഗ്ഷൻ. ഇത് ക്യാരി ചെയ്യുന്നു. എന്ത് ക്യാരി ചെയ്യുന്നു? ഗ്ലൂക്കോസ് ടു ദ സെൽസ്. സെൽസിൽ ഗ്ലൂക്കോസ് എത്തിക്കുന്നത് പ്ലാസ്മയാണ്. അപ്പോൾ പ്ലാസ്മയെക്കുറിച്ചുള്ള 3 പോയിന്റ്സ് എന്തൊക്കെയാണ്? ദ ലിക്വിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ്, ഇറ്റ് ഹാസ് പെയിൽ യെല്ലോ കളർ, ദെൻ ഇറ്റ് ക്യാരീസ് ഗ്ലൂക്കോസ് ടു ദ സെൽസ്. സെൽസിൽ ഗ്ലൂക്കോസ് എത്തിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് പ്ലാസ്മ. അപ്പോൾ ഒന്നാമത്തെ ബ്ലഡ് കമ്പോണൻ്റ് ഏതാണ്? പ്ലാസ്മയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തത് പ്ലേറ്റ്ലെറ്റ് ഹെൽപ്സ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. ബ്ലഡ് ക്ലോട്ടിങ്ങിനെ, അതായത് രക്തം കട്ട പിടിക്കുക, അതാണ് ബ്ലഡ് ക്ലോട്ടിങ്. കയ്യിൽ മുറിവൊക്കെ ഉണ്ടാകുമ്പോൾ ബ്ലഡ് ഒഴുകൂലേ, അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ബ്ലഡ് ഒഴുകൊക്കെ നിൽക്കൂലേ, അതിനാണ് രക്തം കട്ട പിടിക്കുക അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് എന്ന് പറയുന്നത്. ആ ഒരു ഫംഗ്ഷന് സഹായിക്കുന്ന ഒരു ബ്ലഡ് കമ്പോണൻ്റ് ആണ് പ്ലേറ്റ്ലെറ്റ്. ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്ന കമ്പോണൻ്റ് ഓഫ് ബ്ലഡ് ഏതാണ്? പ്ലേറ്റ്ലെറ്റ്. അടുത്ത കമ്പോണൻ്റ് RBC അല്ലെങ്കിൽ റെഡ് ബ്ലഡ് സെൽസ്. ചുവന്ന രക്തമാണ് റെഡ് ബ്ലഡ് സെൽസ്. ഡിസ്ക് ഷേപ്ഡ്. ഇറ്റ് ഹാസ് ഡിസ്ക് ഷേപ്പ്. ഡിസ്കിൻ്റെ ഷേപ്പിലുള്ള ഒരു കമ്പോണൻ്റ് ആണ് RBC. രണ്ടാമത്തത് നോൺ ന്യൂക്ലിയേറ്റഡ്. അതിൻ്റെ അകത്ത് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. നോൺ ന്യൂക്ലിയേറ്റഡ്. അതിൻ്റെ അകത്ത് എന്തില്ല? നോൺ ന്യൂക്ലിയസ് അല്ലേ, ന്യൂക്ലിയസ് ഇല്ല. കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ. RBCയിലാണ് എന്തുള്ളത്? ഹീമോഗ്ലോബിൻ അടങ്ങിയിട്ടുള്ളത്. അടുത്തത് ട്രാൻസ്പോർട്ട്സ് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് RBCയിൽ. മനസ്സിലായോ? അപ്പോൾ RBCയെ കുറിച്ചുള്ള പോയിന്റ്സ് പറഞ്ഞേ. RBC എന്ന് വെച്ചാൽ റെഡ് ബ്ലഡ് സെൽസ്. അതിൻ്റെ അകത്തുള്ള പോയിന്റ് എന്തൊക്കെയാണ്? ഒന്നാമത്തത് അതിൻ്റെ ഷേപ്പ്. എന്ത് ഷേപ്പാണ്? ഡിസ്ക് ഷേപ്പാണ്. ഡിസ്ക് ഷേപ്ഡ്. രണ്ടാമത്തത് അതിൻ്റെ അകത്ത് എന്തില്ല? ന്യൂക്ലിയസ് ഇല്ല. നോ ന്യൂക്ലിയസ് അല്ലെങ്കിൽ നോൺ ന്യൂക്ലിയേറ്റഡ്. അടുത്തത് മൂന്നാമത്തത് എന്തുണ്ട്? ഹീമോഗ്ലോബിൻ ഉണ്ട് അല്ലേ, പിഗ്മെൻറ്റ് ഹീമോഗ്ലോബിൻ ഉണ്ട്. നാലാമത്തത് ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ട്രാൻസ്പോർട്ടേഷനാണ് RBCയുടെ ഫംഗ്ഷൻ. ഇത്രയാണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് WBC, വൈറ്റ് ബ്ലഡ് സെൽസ്. നോ ഡെഫിനിറ്റ് ഷേപ്പ്. WBCക്ക് ഒരു ഷേപ്പില്ല അല്ലേ, നോ ഡെഫിനിറ്റ് ഷേപ്പ്, ഒരു ഷേപ്പും ഇല്ല. ഹാസ് ന്യൂക്ലിയസ്, പക്ഷേ അതിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ഡെസ്ട്രോയ്സ് പാത്തോജൻസ് എന്ന് വെച്ചാൽ രോഗാണുക്കളെയൊക്കെ ഇത് എന്ത് ചെയ്യുന്നു? ഡെസ്ട്രോയ് ചെയ്യുന്നു, നശിപ്പിക്കുന്നു.
അപ്പോൾ WBCയുടെ ഫംഗ്ഷൻ വൈറ്റ് ബ്ലഡ് സെൽസ്, വെളുത്ത രക്താണു. അതിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണ്? അത് പാത്തോജൻസിനെ ഡെസ്ട്രോയ് ചെയ്യുന്നു. ഡെസ്ട്രോയ്സ് പാത്തോജൻസിനെ ഡെസ്ട്രോയ് ചെയ്യുന്നു. അടുത്തത് ഹാസ് ന്യൂക്ലിയസ്, അതിൻ്റെ അകത്ത് എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. പിന്നെ നോ ഡെഫിനിറ്റ് ഷേപ്പ്, ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഷേപ്പ് WBCക്ക് ഇല്ല. അപ്പോൾ ഇത്രയാണ് ബ്ലഡിൻ്റെ കമ്പോണൻസ്. ഏതൊക്കെയാണ്? പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, RBC, WBC. പ്ലാസ്മയുടെ ഫംഗ്ഷൻ എന്താണ്? ഇറ്റ് ക്യാരീസ് ഗ്ലൂക്കോസ് ടു ദ സെൽസ്, ഗ്ലൂക്കോസിനെ ക്യാരി ചെയ്ത് സെൽസിലെത്തിക്കുന്നു. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഇസ് ദ ലിക്വിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ്? ബ്ലഡിൻ്റെ ലിക്വിഡ് പാർട്ട് ഏതാണ്? പ്ലാസ്മ. വിച്ച് ആർ ദ ബ്ലഡ് സെൽസ്? ഏതൊക്കെയാണ് ബ്ലഡ് സെൽസ്? പ്ലേറ്റ്ലെറ്റ്, WBC, RBC. ഏതൊക്കെയാണ്? പ്ലേറ്റ്ലെറ്റ്, WBC, RBC. ഇത് മൂന്നുമാണ് ബ്ലഡ് സെൽസ്. ലിക്വിഡ് പാർട്ട് ഓഫ് ദി ബ്ലഡ് ആണ് പ്ലാസ്മ. ബ്ലഡിലെ ലിക്വിഡ് പാർട്ടായ പ്ലാസ്മയിലുള്ള 3 കമ്പോണൻസ് ആണ് പ്ലേറ്റ്ലെറ്റും WBCയും RBCയും. കേട്ടോ? അപ്പോൾ ബ്ലഡ് സെൽസ് ഏതൊക്കെയെന്ന് വെച്ചാൽ പ്ലേറ്റ്ലെറ്റ്, WBC, RBC. ബ്ലഡ് കമ്പോണൻസ് ഏതൊക്കെയെന്ന് വെച്ചാൽ പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്, WBC, RBC. അടുത്തത് വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് പ്ലേറ്റ്ലെറ്റ്? പ്ലേറ്റ്ലെറ്റിൻ്റെ ഫംഗ്ഷൻ എന്താണ്? പ്ലേറ്റ്ലെറ്റ് ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? പ്ലേറ്റ്ലെറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ബ്ലഡ് സെൽ ഈസ് ഹീമോഗ്ലോബിൻ ഫൗണ്ട്? ഹീമോഗ്ലോബിൻ നമുക്ക് കാണപ്പെടുന്നത് ഏത് ബ്ലഡ് സെല്ലിലാണെന്ന്? ഏതിലാ? നമ്മൾ പറഞ്ഞു ഏതിലാണ്? RBCയിൽ, റെഡ് ബ്ലഡ് സെൽസിലാണ് ഹീമോഗ്ലോബിൻ കാണപ്പെടുന്നത്. അടുത്തത് ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ RBC ആൻഡ് WBC. RBCയും WBCയും ഡിഫറൻഷിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്നാലും നമുക്കൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. ഒന്നാമത് WBC ആണ് എഴുതിയേക്കുന്നത്, നോ ഡെഫിനിറ്റ് ഷേപ്പ്. RBC ആണെങ്കിൽ ഡിസ്ക് ഷേപ്ഡ് അല്ലേ? അടുത്തത് WBC ഹാസ് ന്യൂക്ലിയസ് ഉണ്ട്. എന്നാൽ RBC ആണെങ്കിൽ നോൺ ന്യൂക്ലിയേറ്റ് അല്ലെങ്കിൽ നോ ന്യൂക്ലിയസേ ഇല്ല. അടുത്ത WBC ഡെസ്ട്രോയ്സ് പാത്തോജൻസിനെയൊക്കെ ഡെസ്ട്രോയ് ചെയ്യുന്നു അല്ലേ? രോഗാണുക്കളെ നശിപ്പിക്കുന്നു. എന്നാൽ RBC ആണെങ്കിൽ കണ്ടെയ്ൻസ് ഹീമോഗ്ലോബിൻ ആണ് അതിൻ്റെ തൊണ്ടത്. പിന്നെ അതെന്താ ചെയ്യുന്നത്? ട്രാൻസ്പോർട്ട് ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ട്രാൻസ്പോർട്ടേഷനാണ് RBC ചെയ്യുന്നത്. ഇത്രയാണ് അതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. അടുത്തത് ഹൗ മെനി ടൈപ്സ് ഓഫ് ബ്ലഡ് വെസൽസ് ആർ ദെയർ ഇൻ അവർ ബോഡി? നമ്മുടെ ബോഡിയിൽ എത്ര ടൈപ്പ് ബ്ലഡ് വെസൽസ് ആണ് ഉള്ളതെന്ന്? 3 ടൈപ്പ് ബ്ലഡ് വെസൽസ് ആണുള്ളത്. ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. ആർട്ടറീസ് ധമനികൾ, വെയിൻസ് സിരകൾ, കാപ്പിലറീസ് ലോമികകൾ. ഏതൊക്കെയാണ്? ആർട്ടറീസ്, വെയിൻസ്, കാപ്പിലറീസ്. ഒന്നാമത്തത് ആർട്ടറീസ്. ആർട്ടറീസ് ആർ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി ഓക്സിജൻ റിച്ച് ബ്ലഡ് ഫ്രം ദ ഹാർട്ട് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡി. ആർട്ടറീസ് എന്ന് പറയുന്നത് ബ്ലഡ് വെസൽസ് ആണ്. അത് ക്യാരി ചെയ്യുന്നു. എന്താ അത് ക്യാരി ചെയ്യുന്നത്? ഓക്സിജൻ റിച്ച് ബ്ലഡിനെ ക്യാരി ചെയ്യുന്നു. എവിടെ നിന്ന്? ഫ്രം ദ ഹാർട്ടിൽ നിന്ന് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡിയുടെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. അപ്പോൾ ഓക്സിജൻ റിച്ച് ബ്ലഡിനെയാണ് നമ്മൾ പ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത്. ശുദ്ധരക്തം, പ്യുവർ ബ്ലഡ് അല്ലേ? പ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത് ഓക്സിജൻ റിച്ച് ബ്ലഡ്. എന്നാൽ ഇംപ്യുവർ ബ്ലഡ് എന്ന് പറയുന്നത് കാർബൺ റിച്ച് ബ്ലഡ് കേട്ടോ. അപ്പോൾ ഓക്സിജൻ റിച്ച് ബ്ലഡ് അല്ലെങ്കിൽ പ്യുവർ ബ്ലഡിനെ ഫ്രം ദ ഹാർട്ടിൽ നിന്ന് ടു ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് അവർ ബോഡി, നമ്മുടെ ബോഡിയിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ആരാണ്? ആർട്ടറീസ്. അതാണ് ആർട്ടറീസിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ ആണല്ലോ? പ്യുവർ ബ്ലഡിനെ ഹാർട്ടിൽ നിന്ന് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ആർട്ടറീസിൻ്റെ ഫംഗ്ഷൻ. അടുത്തത് വെയിൻസ് are the blood vessels that carry carbon dioxide rich blood from different parts of the body to the heart. നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ബ്ലഡിനെ ഹാർട്ടിൽ എത്തിക്കുക എന്നുള്ളതാണ് വെയിൻസിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇംപ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്നത് വെയിൻസും പ്യുവർ ബ്ലഡ് ക്യാരി ചെയ്യുന്നത് ആർട്ടറീസുമാണ്. മറക്കല്ലേ കേട്ടോ. അപ്പോൾ വെയിൻസിൻ്റെ ഫംഗ്ഷൻ എന്താണ്? വെയിൻസ് ആർ ദ ബ്ലഡ് വെസൽസ് ദാറ്റ് ക്യാരി, എന്താ ക്യാരി ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് അല്ലെങ്കിൽ ഇംപ്യുവർ ബ്ലഡ്. എവിടെ നിന്ന്? ഫ്രം ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി ബോഡിയുടെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്ന് എങ്ങോട്ട്? ടു ദ ഹാർട്ടിലോട്ട്. ഓക്കെ ആണല്ലോ? അടുത്തത് Capillaries are the thin blood vessels that connect arteries and veins. ആർട്ടറീസിനെയും വെയിൻസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന വളരെ തിന്നായിട്ടുള്ള ബ്ലഡ് വെസൽസ് ആണ് കാപ്പിലറീസ്. അപ്പോൾ ആർട്ടറീസിനെയും വെയിൻസിനെയും പരസ്പരം കണക്ട് ചെയ്യുന്ന വളരെ തിന്നായിട്ടുള്ള കനം കുറഞ്ഞ ബ്ലഡ് വെസൽസ് ആണ് എന്തെന്ന് പറയുന്നത്? കാപ്പിലറീസ് എന്ന് പറയുന്നത്. റൈറ്റ് എ ഷോർട്ട് നോട്ട് അബൌട്ട് ഹാർട്ടിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഹാർട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ആരാണ്? ഹാർട്ട്. അപ്പോൾ വാട്ട് ഈസ് ദ സെൻറ്റർ ഓഫ് ദി സർക്കുലേറ്ററി സിസ്റ്റം എന്ന് വെച്ചാൽ ആരാ ആൻസർ? ഹാർട്ട്. ഇറ്റ് പമ്പ്സ് ബ്ലഡ് ടു ഓൾ പാർട്സ് ഓഫ് ദി ബോഡി. ഇത് ബ്ലഡിനെ പമ്പ് ചെയ്യുന്നു. ടു ഓൾ പാർട്സ് ഓഫ് ദി ബോഡിയിലെ എല്ലാ ഭാഗത്തേക്കും ബ്ലഡിനെ പമ്പ് ചെയ്യുന്നു. ഇനി ദ ഹാർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ തൊറാസിക് ക്യാവിറ്റി. നമ്മുടെ ഹാർട്ട് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? തൊറാസിക് ക്യാവിറ്റിയിലാണ്. നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് തൊറാസിക് ക്യാവിറ്റി, അബ്ഡോമിനൽ ക്യാവിറ്റി ഒക്കെ. അപ്പോൾ അതിൽ തൊറാസിക് ക്യാവിറ്റിയിലാണ് ഹാർട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്.
തൊറാസിക് ക്യാവിറ്റി ബിറ്റ്വീൻ ദ ലങ്സ്. തൊറാസിക് ക്യാവിറ്റിയിൽ രണ്ട് ലങ്സിൻ്റെ ഇടയിലാണ് എന്ത് ഇരിക്കുന്നത്? ഹേർട്ട് എത്ര ഉണ്ട് നമുക്ക്? ഒരു മനുഷ്യന് എത്ര ഹേർട്ടുണ്ട്? ഒരേ ഒരു ഹേർട്ടല്ലേ ഉള്ളൂ. ലങ്സ് എത്ര ഉണ്ട്? 2 ലങ്സ് ഉണ്ട്, പക്ഷേ ഹേർട്ട് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ദ ഹേർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ തൊറാസിക് ക്യാവിറ്റി. തൊറാസിക് ക്യാവിറ്റിയിൽ ഇൻ ബിറ്റ്വീൻ ദ ലങ്സിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കായിട്ടാണ് ആര് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്? ഹേർട്ട് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ ദ റിബ്സ് വെച്ചിട്ടാണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ വാരിയല് അല്ലേ, വാരിയലുണ്ടല്ലോ, ആ വാരിയല് വെച്ചിട്ടാണ് ഇത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്. റിബ്സാണ് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. അടുത്തത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ ഹേർട്ട്? മനുഷ്യഹൃദയത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന്. ദ ഹേർട്ട് ഈസ് അബൌട്ട് ദ സൈസ് ഓഫ് എ ക്ലഞ്ച്ഡ് ഫിസ്റ്റ്. നമ്മുടെ ഓരോരുത്തരുടെ ഹേർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ സൈസ് നമ്മൾ പറയുന്നത് നമ്മുടെ മുഷ്ടി ചുരുട്ടിയാൽ, നമ്മുടെ കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കൂലേ, അപ്പം നമ്മുടെ കൈ എത്ര സൈസ് ഉണ്ടോ അത്ര സൈസായിരിക്കും നമ്മുടെ ഹേർട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഹേർട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത് ദ ഹേർട്ട് ഈസ് ഏകദേശം കേട്ടോ, ദ ഹേർട്ട് ഈസ് അബൌട്ട് ദ സൈസ് ഓഫ് എ ക്ലഞ്ച്ഡ് ഫിസ്റ്റ്. ക്ലഞ്ച്ഡ് ആയിട്ടുള്ള ഫിസ്റ്റ് എങ്ങനെയാണോ എത്ര ഉണ്ടോ അത്രയും സൈസായിരിക്കും നമ്മുടെ ഹേർട്ടിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതങ്ങനെ പഠിച്ചോളണം കേട്ടോ. അപ്പോൾ ദ സൈസ് ഓഫ് ദി ഹേർട്ട് എന്ന് പറയുന്നത് ഈസ് അബൌട്ട് ദ സൈസ് ഓഫ് എ ക്ലഞ്ച്ഡ് ഫിസ്റ്റ്. ദ ഹേർട്ട് ഈസ് കവേർഡ് ബൈ എ ഡബിൾ ലെയർഡ് മെംബ്രെയിൻ കോൾഡ് പെരികാർഡിയം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹേർട്ട് കവർ ചെയ്തിട്ടുള്ളത് ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ വെച്ചിട്ടാണ്. ഒരു ഇരട്ട സ്ഥരം ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ഇരട്ട സ്ഥരം വെച്ചിട്ടാണ്. ഡബിൾ ലെയർഡ് മെംബ്രെയിൻ്റെ പേരെന്താണ്? പെരികാർഡിയം. എന്താണ്? പെരികാർഡിയം. അപ്പം നമ്മുടെ ഹേർട്ട് കവർ ചെയ്തിട്ടുള്ളത് ഒരു ഡബിൾ ലെയർഡ് മെംബ്രെയിൻ ആണ്. അതിൻ്റെ പേര് പെരികാർഡിയം. ദ ഹ്യൂമൻ ഹേർട്ട് ഹാസ് 4 ചേമ്പേഴ്സ്. നമ്മുടെ ഹ്യൂമൻ ഹേർട്ടിന് മൊത്തം 4 ചേമ്പേഴ്സ് ഉണ്ട്. ഏട്രിയം, അത് വേണ്ട. അപ്പോൾ എത്രയാണ്? ദ ഹ്യൂമൻ ഹേർട്ട് ഹാസ് 4 ചേമ്പേഴ്സ്. നമ്മുടെ ഹ്യൂമൻ ഹേർട്ടിന് എത്ര ചേമ്പേഴ്സ് ഉണ്ട്? എത്ര അറകളുണ്ട്? 4 അറകൾ അല്ലെങ്കിൽ 4 ചേമ്പേഴ്സ് ഉണ്ട്. മനസ്സിലായോ ഹ്യൂമൻ ഹേർട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള 3 പോയിന്റും? അടുത്തത് വാട്ട് ഈസ് ഹേർട്ട് ബീറ്റ്? എന്താണ് ഹേർട്ട് ബീറ്റ് എന്ന് പറഞ്ഞാൽ? ഹേർട്ട് ബീറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിതമിക് കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ ഓഫ് ഹേർട്ട് മസിൽസ്. നമ്മുടെ ഹേർട്ടിലുള്ള മസിൽസിൻ്റെ ഒരു റിതമിക് ആയിട്ടുള്ള കോൺട്രാക്ഷൻ ആൻഡ് റിലാക്സേഷൻ. കോൺട്രാക്ഷൻ എന്ന് വെച്ചാൽ സങ്കോചിക്കുക, റിലാക്സേഷൻ എന്ന് വെച്ചാൽ വികസിക്കുക. അപ്പോൾ സങ്കോച വികാസം ആരുടെ? ഹേർട്ടിൻ്റെ ഉള്ള ഹേർട്ട് മസിൽസിൻ്റെ കോൺട്രാക്ഷനെയും റിലാക്സേഷനും എങ്ങനെയുള്ള ഒരു റിതമിക് റിലാക്സേഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഹേർട്ട് മസിൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹേർട്ട് ബീറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അടുത്ത പോയിന്റ്, ദ ഹേർട്ട് ഓഫ് എ ഹെൽത്തി അഡൾട്ട് ബീറ്റ്സ് 72 times per minute. ദിസ് ഈസ് ഹേർട്ട് റേറ്റ്. അപ്പം ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അഡൾട്ടിൻ്റെ, വളരെ ആരോഗ്യവാനായ ഒരു അഡൾട്ട് എന്ന് വെച്ചാൽ പ്രായപൂർത്തിയായ ഒരാളുടെ ഹൃദയം ബീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ കോൺട്രാക്ഷനും റിലാക്സേഷനും നടത്തുന്നത് എത്ര സമയം എന്നറിയാമോ? 72 times 72 തവണയാണ് പെർ മിനിറ്റ്. ഒരു മിനിറ്റിൽ 72 തവണയാണ് ഹെൽത്തി അഡൾട്ടിൻ്റെ ഹേർട്ട് ബീറ്റ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹേർട്ട് റേറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഹേർട്ട് റേറ്റ്. അടുത്തത് വാട്ട് ഈസ് പൾസ്? എന്താണ് പൾസ് എന്ന് പറഞ്ഞാൽ? പൾസ് ഈസ് ദ വേവ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആർട്ടറി ആസ് എ റിസൾട്ട് ഓഫ് ഹേർട്ട് ബീറ്റ്. ഹേർട്ട് ബീറ്റിൻ്റെ റിസൾട്ടായിട്ട് നമ്മുടെ ആർട്ടറി പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവിനെയാണ് നമ്മൾ പൾസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് പൾസ്? പൾസ് ഈസ് ദ വേവ്. പൾസ് എന്ന് പറഞ്ഞാൽ ഒരു വേവാണ്. പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ആർട്ടറിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വേവ് അല്ലേ, ഒരു തരംഗം. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? പൾസ് എന്ന് പറയുന്നത്. എന്തിൻ്റെ ഭാഗമായിട്ടാണ് ആർട്ടറിയിൽ ഇങ്ങനെ ഒരു വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആസ് എ റിസൾട്ട് ഓഫ് ഹേർട്ട് ബീറ്റിൻ്റെ ഭാഗമായിട്ട്. ദ ഹേർട്ട് റേറ്റ് ആൻഡ് പൾസ് റേറ്റ് ആർ ഈക്വൽ. അപ്പോൾ ഹേർട്ട് റേറ്റും പൾസ് റേറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. മനസ്സിലായല്ലോ എന്താണ് പൾസ് എന്ന് പറഞ്ഞത്? അടുത്തൊരു ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ ബോഡി പാർട്സ് ദാറ്റ് ആർ എക്സാംഡ് ടു ഫീൽ പൾസ്? നമുക്ക് പൾസ് ഫീൽ ചെയ്യാൻ പറ്റുന്ന ബോഡി പാർട്സ് ഏതൊക്കെയാണെന്ന്, എവിടെയൊക്കെ നമുക്ക് പൾസ് അറിയാൻ പറ്റും എന്നുള്ളതാണ്. ഒന്ന്, ദ റിസ്റ്റ്, നമ്മുടെ കൈക്കുഴയുണ്ടല്ലോ, റിസ്റ്റിൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഫോർഹെഡ്, നമ്മുടെ ഫോർഹെഡ് നെറ്റിയുടെ 2 സൈഡിലും നമുക്കിങ്ങനെ കൈവച്ച് നോക്കിയാൽ നമുക്ക് പൾസ് അറിയാൻ പറ്റും. പിന്നെ സൈഡ് ഓഫ് ദി നെക്ക്, നമ്മുടെ നെക്കിൻ്റെ സൈഡിൽ പൾസ് അറിയാൻ പറ്റും. ഇൻസൈഡ് ദ എൽബോ, നമ്മുടെ എൽബോയുടെ അകത്ത് നമുക്ക് പൾസ് അറിയാൻ പറ്റും. പിന്നെ ടോപ്പ് പോർഷൻ ഓഫ് ദി ഫുട്ട്, നമ്മുടെ ഫൂട്ടിൻ്റെ കാലിൻ്റെ ടോപ്പ് പോർഷനിൽ നമുക്ക് പൾസ് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് പൾസ് അറിയാൻ പറ്റുന്ന പൊസിഷൻസ്, ദ റിസ്റ്റ്, ബോത്ത് സൈഡ്സ് ഓഫ് ദി ഫോർഹെഡ്, സൈഡ് ഓഫ് ദി നെക്ക്, ഇൻസൈഡ് ദ എൽബോ, ടോപ്പ് പോർഷൻ ഓഫ് ദി ഫുട്ട്. അടുത്തത് ദ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ടു ചെക്ക് ദ ഹേർട്ട് ബീറ്റ്. നമ്മുടെ ഹേർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ഏതാണ്? സ്റ്റെതസ്കോപ്പ്. ഹു ഇൻവെൻറ്റഡ് ദ സ്റ്റെതസ്കോപ്പ്? സ്റ്റെതസ്കോപ്പ് ഇൻവെൻറ്റ് ചെയ്ത ആരാണ്? റെനെ ലെനക്. അടുത്തത്
വാട്ട് ആർ ദ തിങ്സ് വി ഷുഡ് ടേക്ക് കെയർ ടു മെയിൻറ്റെയിൻ ദ ഹെൽത്തി ഹേർട്ട്? ഹെൽത്തി ഹേർട്ടിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വി ക്യാൻ പ്രൊട്ടക്ട് ദ ഹെൽത്ത് ഓഫ് എ ഹേർട്ട് ത്രൂ ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്, റെഗുലർ എക്സസൈസ് ആൻഡ് മെറ്റർ ലൈഫ് സ്റ്റൈൽസ്. നമ്മൾ എന്തൊക്കെ ഫോളോ ചെയ്യണം? ഒരു നല്ലൊരു നമ്മുടെ ഹേർട്ടിൻ്റെ ഹെൽത്തിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് ഫുഡ് ഹാബിറ്റ്സ്, നല്ല ഫുഡ് ഹാബിറ്റ്സ് നമുക്ക് വേണം. പിന്നെ റെഗുലർ എക്സസൈസ്, എന്നും നമ്മൾ എക്സസൈസ് ചെയ്യണം. ആൻഡ് ബെറ്റർ ലൈഫ് സ്റ്റൈൽസ്, നല്ല രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽസ് നമ്മൾ ഫോളോ ചെയ്യണം. അടുത്തത് വാട്ട് തിങ്സ് ഹാം ഹേർട്ട് ഹെൽത്ത്? ഹേർട്ടിൻ്റെ ഹെൽത്തിനെ ഹാം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്നാമത്തത് റെഗുലർ ഇൻടേക്ക് ഓഫ് ഫാറ്റി ഫുഡ്സ്, ഫാറ്റ് അടങ്ങിയിട്ടുള്ള, കൊഴുപ്പടങ്ങിയിട്ടുള്ള ഫുഡ് എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്നത്. സ്മോക്കിംഗ് ആൻഡ് ഡ്രിങ്കിങ് ലിക്കർ, സ്മോക്ക് ചെയ്യുന്നതും പിന്നെ മദ്യപാനവും ഡ്രിങ്കിങ് ലിക്കറും, അത് രണ്ടും നമ്മളെ ഹേർട്ടിൻ്റെ ഹെൽത്തിനെ നശിപ്പിക്കുന്നു. ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ജീവിതശൈലി രോഗങ്ങൾ. പിന്നെ ലാക്ക് ഓഫ് റെഗുലർ എക്സസൈസ്, റെഗുലറായിട്ടുള്ള എക്സസൈസ് ഇല്ലാതിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഹേർട്ടിൻ്റെ ഹെൽത്തിനെ ഹാം ചെയ്യുന്ന കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഫസ്റ്റ് എയ്ഡ് ക്യാൻ ബി ഗിവൺ ടു എ പേഴ്സൺ ഹു ഈസ് ഇഞ്ചേർഡ്? ഒരു പേഴ്സണ് എന്തെങ്കിലും ഇഞ്ചറി പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഫസ്റ്റ് എയ്ഡാണ് അവർക്ക് കൊടുക്കുന്നതെന്നാണ്. ഒന്നാമത്തത് ക്ലീൻ ദ വൂണ്ട് വിത്ത് ഫ്രഷ് വാട്ടർ ഉപയോഗിച്ച് നമ്മൾ ആ മുറിവിനെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. 2, പ്രസ് ദ വൂണ്ട് വിത്ത് യുവർ ഹാൻഡ്, നമ്മുടെ കൈ വെച്ചിട്ട് ആ മുറിവിനെ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്യുക. ഇഫ് ദ വൂണ്ട് ഈസ് ഓൺ ദ ഹാൻഡ് ഹോൾഡ് ഇറ്റ് അപ്പ്, മുറിവ് നമ്മുടെ കയ്യിലാണെങ്കിൽ ഈ കൈ ഇങ്ങനെ ഉയർത്തി പിടിക്കുക. ഇഫ് ബ്ലീഡിങ് ഡസൻ സ്റ്റോപ്പ്, നമ്മൾ ബ്ലീഡിങ് സ്റ്റോപ്പ് ആയില്ലെങ്കിൽ റാപ്പ് ദ വൂണ്ട് വിത്ത് എ ക്ലീൻ ക്ലോത്ത് ഓർ ബാൻഡേജ്, ആ വൂണ്ടിനെ നമ്മളൊരു നല്ല തുണി ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബാൻഡേജ് ഉപയോഗിച്ചോ റാപ്പ് ചെയ്യുക, പൊതിഞ്ഞ് കെട്ടുക. ഗെറ്റ് മെഡിക്കൽ ഹെൽപ്പ് ക്വിക്ക്ലി, എന്നിട്ട് പെട്ടെന്ന് തന്നെ മെഡിക്കൽ ഹെൽപ്പ് തേടുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു പേഴ്സൺ മുറിവുണ്ടായാൽ അവർക്ക് കൊടുക്കാവുന്ന ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. എ ഹെൽത്തി പേഴ്സൺ ഹാസ് അബൌട്ട് ഡാഷ് ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ഇൻ ഹിസ് ബോഡി. ഒരു ഹെൽത്തി പേഴ്സൻ്റെ ബോഡിയിൽ എത്ര ലിറ്റർ ബ്ലഡ് ഉണ്ടാവുമെന്ന്? എത്രയാ? 5.5 ലിറ്റേഴ്സ്, 5.5 ലിറ്റർ ബ്ലഡ് ഉണ്ടാവും. വേൾഡ് ഹേർട്ട് ഡേ, ഹൃദയദിനം എന്നാണ് സെപ്റ്റംബർ 29. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് ബ്ലഡ് ഡൊണേഷൻ? എന്താ ബ്ലഡ് ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ? ബ്ലഡ് ഡൊണേഷൻ is the voluntary donation of blood by a person to another or for further use through its scientific preservation. അതായത് ബ്ലഡ് ഡൊണേഷൻ is the voluntary donation, നമ്മൾ സ്വയം ഡൊണേറ്റ് ചെയ്യുന്നു ഓഫ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു ബൈ എ പേഴ്സൺ, ഒരു പേഴ്സൺ സ്വയം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നു ടു അനദർ, മറ്റൊരാൾക്കോ, ഓർ ഫോർ ഫർദർ യൂസ്, അല്ലെങ്കിൽ പിന്നീട് ഉപയോഗിക്കാനോ, ത്രൂ ഇറ്റ്സ് സയൻറ്റിഫിക് പ്രിസർവേഷൻ. എങ്ങനെ പിന്നീട് ഉപയോഗിക്കാൻ അതെങ്ങനെയാണ് കൊടുക്കുന്നത്? സയൻറ്റിഫിക്കായിട്ട് പ്രിസർവ് ചെയ്ത് വയ്ക്കുന്നു അല്ലേ നമ്മുടെ ബ്ലഡിനെ. അപ്പോൾ അങ്ങനെ പിന്നീട് സയൻറ്റിഫിക്കായിട്ട് പ്രിസർവ് ചെയ്ത് വച്ചിട്ട് പിന്നീട് ഉപയോഗിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ പോർഷൻ വരെയാണ്, ബ്ലഡ് ഡൊണേഷൻ വരെയാണ് ഈ ക്രിസ്മസ് എക്സാമിന് സയൻസിൻ്റെ പോർഷനായിട്ടുള്ളത് കേട്ടോ.